അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1, ഏപ്രിൽ ഫൂൾ, വിഡ്ഢി ദിനം. ഒരു ദിവസം ഒരു പേര്, ഒരു ദിവസത്തിൻ്റെ ഒരു പേര്, ഏപ്രിൽ ഫുൾ, വിഡ്ഢി ദിനം. ആർക്കും എന്താക്കാം, ആരെയും വിളിച്ച് കളിയാക്കാം, വഞ്ചിക്കാം, തമാശയാക്കി ചിരിക്കാം. അതിനുള്ള ഒരു ദിവസം. ഇതാണ് ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഏപ്രിൽ ഫൂൾ എന്ന് നമുക്കൊന്ന് ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഒരു മുസ്ലിമിൻ്റെ ജീവിതം, മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ജീവിതം, ഈ ഏപ്രിൽ ഫൂളിന് സ്ഥാനം ഉണ്ടോ ഇല്ലയോ? ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇസ്ലാം എന്താണ് നമ്മളോട് പറയുന്നത്? എങ്ങനെ ജീവിക്കാനാണ് നമ്മളോട് പറയുന്നത്? ഇസ്ലാം പറയുന്നത് വളരെ ലളിതമായതാണ്. എന്താണത്? സത്യം പറയുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. നമ്മുടെ പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. പ്രകാശം നിറഞ്ഞതാണ് ഹബീബിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും, ഒരു തമാശക്ക് പോലും ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്, ഉമ്മത്തിന് നമ്മളോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നവന് നാശം ഉണ്ടാകട്ടെ. ഹബീബന റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ തമാശയാക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ, അവനിക്ക് നാശം ഉണ്ടാകട്ടെ എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇതെന്തെല്ലാം ഒരു വാക്ക് മാത്രമല്ല, നമ്മളിവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നിസ്സാരമായ ഒരു വാക്ക് അല്ല ഇത്. ഇതെന്താണ്? നമ്മുടെ ജീവിതത്തെ, ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ, അവിടുത്തെ ഉമ്മത്തീങ്ങളാണ് നമ്മൾ. അവിടുത്തെ നമ്മുടെ ജീവിതത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വെറും ഒരു വാക്ക് മാത്രമല്ല നബി തങ്ങൾ നമ്മളോട് പറഞ്ഞത്. എന്ത്? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നവനിക്ക് നാശമാണ് എന്നുള്ളത് വെറും വാക്കായിട്ട് നബി തങ്ങൾ നമ്മളോട് പറഞ്ഞതല്ല. നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ വേണ്ടി, നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിന് ഒരു ദിവസം മാത്രം എന്നൊരു വിട്ടുവീഴ്ചയുണ്ടോ? ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ അത് ചെറിയതായിരിക്കും എന്ന് നമുക്ക് തോന്നാം. ഇന്ന് ചിലർ പറയും, ഇത് വെറും ഒരു ദിവസം മാത്രമല്ലേ, ഒരു ദിവസം മാത്രമല്ലേ, അല്ലെങ്കിൽ രാവിലെ 10 മണി വരെ മാത്രമല്ലേ, അങ്ങനത്തെ ഒരു കണക്കെല്ലാം ഉണ്ട്. അപ്പം ഇത് പറയുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി മാത്രമല്ലേ എന്നൊക്കെ ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്. ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ അത് ചെറിയതായിരിക്കും എന്ന് നമുക്ക് തോന്നാം. ആ ഒരു കള്ളം ചെറിയതായിരിക്കാം എന്ന് നമുക്ക് എന്താക്കാം, തോന്നാം. പക്ഷേ അതിൻ്റെ ഫലം, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലം ചിലപ്പോൾ വലിയതായിരിക്കാം. ചെറിയ ഒരു
കളവിനിക്ക്, ഒരു കള്ളം പറഞ്ഞതിനിക്ക് നമുക്ക് കിട്ടുന്നത് വലിയ ഒരു വിപത്തായിരിക്കാം, വലിയ ഒരു നാശമായിരിക്കാം. ഒരു തമാശ കൊണ്ട് ഒരാളുടെ ഹൃദയം എന്താക്കുന്നു, തകരാം. പെട്ടെന്നൊരു ഫോൺ കോൾ, ഇന്ന ആള് ഡെഡായി, മരണപ്പെട്ടു, തമാശക്ക് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ എന്തായി, കള്ളൻ കയറി. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചെറിയതായ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്കത് തോന്നുന്നത് ചെറുതായിരിക്കാം. പക്ഷേ ആ കേൾക്കുന്ന മനുഷ്യനിക്ക് അത് വലിയൊരു ഹൃദയം പൊട്ടുന്ന വലിയ ഒരു ദുഃഖമായിട്ട് മാറാം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ചിരി കൊണ്ട് മറ്റൊരാളുടെ കണ്ണീർ എന്തായിരിക്കാം, വന്നേക്കാം, കണ്ണുനീര് വന്നേക്കാം. മറ്റുള്ളവനെ നമ്മൾ ചിരിച്ചുകൊണ്ട് തമാശയാക്കുമ്പോൾ ആ മനുഷ്യനിക്ക് ഹൃദയം പൊട്ടി അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വന്നേക്കാം. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണോ? ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ അല്ല. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ അല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനാണ്. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക, അവർക്കൊരു ബേജാറായ ഒരു സംഭവം ആക്കി കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് എന്താകുന്നത്, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ നാവും സത്യത്തിന് മാത്രം ഉപയോഗിക്കപ്പെടണം. നാവെന്ന് പറയുന്നതിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായയുടെ അകത്ത്, പല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ്. അതിന് കവചമായിട്ടാണ് പല്ലുകൾ വെച്ചിട്ടുള്ളത്, ഭദ്രമാക്കിയിട്ടാണ് പല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അത്രക്കും സൂക്ഷ്മതയോടെയാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു മുസ്ലിമിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ മഹത്വം എങ്ങനെയാണ്, അവൻ പറയുന്ന വാക്കുകളിൽ തന്നെയാണ്. ആ മുസ്ലിമായ മനുഷ്യൻ പറയുന്ന വാക്കുകളിൽ തന്നെയാണ് അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഏപ്രിൽ ഫൂളുള്ള ദിവസങ്ങൾ നമ്മെ ചിരിപ്പിക്കാം, പക്ഷേ അത് നമ്മുടെ ഈമാനിനെ ശക്തമാക്കുന്നില്ല. ചെറിയൊരു കളവല്ലേ പറയുന്നത്, ഈമാനിന് ശക്തമായിരിക്കണം എന്നാണ്. ആ ഏപ്രിൽ ഫൂള് ദിവസം നമ്മളെ ചിരിപ്പിക്കും, തമാശകൾ പറഞ്ഞുകൊണ്ട്, കളവുകൾ പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മുടെ ഈമാനിന് അതെന്താകുന്നില്ല, വിശ്വാസത്തിന് അതെന്താകുന്നില്ല, ശക്തമാകുന്നില്ല. നമ്മൾ വേറിട്ടവരായിരിക്കണം. ലോകം കള്ളത്തിൽ ചിരിച്ചാലും നാം സത്യത്തിൽ നിൽക്കണം. ലോകം മൊത്തം നാളെ എന്താണ്, ഏപ്രിൽ ഫൂളിന്റെ പിറകിലാണ്. പക്ഷേ നമ്മളെപ്പോഴും എന്തായിരിക്കണം, മുസ്ലിമായ മുഅ്മിനായ വിശ്വാസമുള്ളവരായ നമ്മൾ എന്തായിരിക്കണം, സത്യത്തിൻ്റെ പിറകിൽ തന്നെയായിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായിട്ട് പറയുന്നത്, ഒരു ദിവസം ചിരിക്കുന്ന കള്ളത്തേക്കാൾ ജീവിതം മുഴുവനും നിലനിൽക്കുന്ന സത്യം ആണ് വിലപ്പെട്ടത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം ചിരിപ്പിക്കുന്ന കള്ളത്തേക്കാൾ എന്താണ്, ജീവിതം മുഴുവനും നിലനിൽക്കുന്ന സത്യമാണ് നമ്മളോട് കൂടെ ഉണ്ടാവേണ്ടത്. അതാ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തായി, കളവ് പറഞ്ഞുകൊണ്ട് ആ ദിവസം നമുക്ക് കഴിഞ്ഞുപോയി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ദിവസവും എപ്പോഴും നമുക്ക് നിൽക്കുന്ന സത്യത്വം എന്നുള്ളതാണ് നമുക്കെപ്പോഴും വേണ്ടത്. നമ്മൾ എന്താക്കുന്നു, ഏപ്രിൽ ഫൂൾ എന്ന പേരിൽ കള്ളം പറയേണ്ടതില്ല. അങ്ങനെ ഒരു ഇത് ഇല്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കട്ടെ. എന്താണ് കാരണം, ആരും നമ്മളെ കണ്ടാൽ അവൾ, അവൻ, അതാ പോകുന്ന അവളുണ്ടല്ലോ, അല്ലെങ്കിൽ അവനുണ്ടല്ലോ, എന്താണ്, കള്ളം പറയില്ല എന്ന് വിശ്വസിക്കുന്ന വിധം എല്ലാവരും നമ്മളെക്കുറിച്ച് പറയണം. അയാൾ ഒരിക്കലും എന്താകുന്നില്ല, കളവ് പറയുന്നില്ല, ഒരിക്കലും എന്താകുന്നില്ല, ചീത്ത പറയുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്താകുന്നില്ല, കളവ് പറയുന്നില്ല. ഇങ്ങനെ ആളുകൾ പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കാരണം സത്യത്തിൽ ജീവിക്കുന്ന ഒരു ഹൃദയം, അത് എന്താണ്, അള്ളാഹുവിനെ
ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏപ്രിൽ ഫൂളില് ഒരു ദിവസം മാത്രമല്ലേ, അല്ലെങ്കിൽ ഒരു കളവ് മാത്രമല്ലേ എന്നുള്ളതല്ല നമ്മളിവിടെ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സത്യത്തിൻ്റെ കൂടെ മാത്രമായിരിക്കണം. കാരണം എന്താണ് പറയുന്നത്? സത്യത്തിൽ ജീവിക്കുന്ന ഒരു ഹൃദയം, സത്യത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ഹൃദയം, അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ജഗനികന്താവായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അവിടുത്തെ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? സത്യത്തിൻ്റെ കൂടെ നിൽക്കണം, സത്യം മാത്രം പറയണം. ഒരിക്കലും നമ്മൾ എന്താവാൻ പാടില്ല? കളവ് പറയാൻ പാടില്ല. കളവ് പറയുന്നവർക്ക് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഹബീബാണ് തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം. ആരാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ? ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്തവരാണ്, ഒരു കളവ് പോലും ചെയ്യാത്തവരാണ്. സംശുദ്ധമായ ജീവിതമാണ്. ആ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, കളവ് പറയുന്നവർക്ക്, അഥവാ ചിരിപ്പിക്കാൻ വേണ്ടി, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം ഉണ്ടാകട്ടെ എന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം എന്നും നല്ല നിലയിൽ സത്യത്തിന് വേണ്ടി മാത്രം, ആരെന്ത് പറഞ്ഞാലും ആരെന്ത് വിചാരിക്കുമെന്നൊന്നുമല്ല. നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കണം. അങ്ങനെ ആവട്ടെ നമ്മുടെ ഓരോ ജീവിതവും, ഓരോ ദിവസവും എന്ന് ആശംസിക്കുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.